ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ഐഫോൺ 11 പ്രോൻ്റെ ഇയർ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ മോഡലിന് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ ഇയർ സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ്. 11, 11 പ്രോ, അതേപോലെ 12, 12 പ്രോ, ഇതിനൊക്കെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഈ ഇയർ സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ്. അതിനാദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ സേഫ് ആയിട്ട് തന്നെ ഊരണം. ഈ ഊരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുന്നതും ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇത് അയച്ചിട്ട് ഇതിൻ്റെ ഈ ബോക്സിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ഒന്നും മിസ്സാവാനേ പാടില്ല. സ്ക്രൂ അതേപോലെ ഇവിടുന്നാണോ എന്ന് അയച്ചാൽ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്ന രൂപത്തിൽ അതേപോലെ മാറ്റി വെക്കണം. അങ്ങനെ ഇതിൻ്റെ ഇയർ സ്പീക്കർ, ഈ കാണുന്ന ഇയർ സ്പീക്കർ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഇപ്പം ഇതേപോലെ ഷോൾഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീക്കർ മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ സ്ട്രിപ്പായിട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. സ്ട്രിപ്പായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടാവുക അല്ലെങ്കിൽ കണക്ഷൻ എത്താതിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളാവുമ്പോൾ മാത്രമേ സ്ട്രിപ്പായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്പീക്കറിന് മാത്രമാണ് ഈ ഡാമേജ് വരിക. സ്പീക്കർ നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റില്ല. റിപ്പയർ ചെയ്യാൻ നോക്കി, പക്ഷേ നടക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കൊരു പുതിയ സ്പീക്കർ ഇടുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനേ ഇതിൽ വേറൊന്നും കാണുന്നില്ല. അതിൻ്റെ ഇടക്കാണ് ഞാൻ നെട്ടിക്കുന്നൊരു കാഴ്ച കണ്ട് ഇയർ സ്പീക്കറിൻ്റെ സ്ക്രൂ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ബോക്സിലേക്ക് വെച്ചിട്ടില്ല. അതെങ്ങാനും പോയി കഴിഞ്ഞാൽ മക്കളെ ആഹാ, അത് പിന്നെ പറയും വേണ്ട. അങ്ങനെ ഇതിൻ്റെ സ്ട്രിപ്പും വന്ന് നമ്മൾ ആ ഒരു പഴയ സ്പീക്കർ നമ്മൾ എടുത്ത് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് എന്തായാലും ഇതിനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല, അത് ഒഴിവാക്കുന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അങ്ങനെ അത് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം, പുതിയ സ്പീക്കർ ഇതേപോലെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഷോൾഡർ ചെയ്യുന്ന മുന്നേ നമുക്ക് ഈ വന്ന സ്പീക്കർ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് മൾട്ടിമീറ്റർ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ ചെയ്താൽ മതി. അങ്ങനെ ഈ ഒരു ഡിസ്പ്ലേമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പുതിയ വന്നിട്ടുള്ള സ്പീക്കർ അതേപോലെ ഷോൾഡർ ചെയ്ത് ഡിസ്പ്ലേയിലേക്ക് ആ സ്പീക്കർ നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ സെൻസർ ഓക്കെ ആണോ, ഇതിൻ്റെ സ്പീക്കർ ചിലപ്പുണ്ടോ, ഓക്കെ ആണോ, സൗണ്ട് കൂട്ടുമ്പോൾ എങ്ങനെയാണോ കുറയ്ക്കുമ്പോൾ എങ്ങനെയാണോ എന്നുള്ള ഡീറ്റെയിൽ നോക്കണം. അതേപോലെ ഇതിൻ്റെ ഫേസ് ഐഡി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ഫിറ്റ് ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും പണി വരും. അപ്പോൾ അതെല്ലാം ഓക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഷീൽഡും കാര്യങ്ങളും സ്ക്രൂ എല്ലാം ഇട്ട് ഇതെന്ത് ചെയ്യും, ബോട്ടം സ്ക്രൂ ഇട്ടുകൊണ്ട് ഇത് വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്തു. അതിലൊക്കെ ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഐഫോണിൻ്റെ ഇയർ സ്പീക്കർ മാറ്റുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ നമ്മളൊപ്പം കൂടി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റും കൂടി ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.